ഹലോ ട്രേഡേഴ്സ്, ഇന്ന് മാർച്ച് 10 തിങ്കളാഴ്ച. അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് സിനാറിയോസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിലും വീക്ക്ലി ടൈം ഫ്രെയിമിലെ ക്ലോസിംഗ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ നിഫ്റ്റിയിലെ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് നിഫ്റ്റിയിലെ വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ട്. ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നിഫ്റ്റി ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ, അതായത് ഒരു തൊട്ട് തലയാഴ്ചത്തേത് ഒരു റെഡ് ക്യാൻഡൽ ആയിരുന്നു വീക്ക്ലി ടൈം ഫ്രെയിമിലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രീൻ ക്യാൻഡൽ, അതൊരു ഇൻസൈഡ് ബാർ ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, അതായത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ ഫോം ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ആ ഒരു ഇൻസൈഡ് ബാറിന്റെ ഹൈയുടെയും ലോ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. അപ്പം ആ ഒരു ഹൈയോ ലോയോ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം നിഫ്റ്റിയുടെ ഈ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി ഈ ഒരു ഇൻസൈഡ് ബാർ റെഡ് ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പരിശ്രമിച്ചെങ്കിലും അവിടുന്ന് ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഇവിടെ വന്നു. മുകളിലോട്ടാണെങ്കിൽ വലിയ സെല്ലിങ് നമ്മുടെ കാണുന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് നിഫ്റ്റി കൂടുതലും ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മുടെ ഒരു 1 വീക്ക് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നാൽ നിങ്ങൾ ഇതേ സമയത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ശക്തമായിട്ടുള്ള ക്ലോസിംഗ് അല്ല കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ. അതായത് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി അപേക്ഷിച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേനും ആ ഒരു നിഫ്റ്റിയുടെ 1 വീക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലോങ് ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡോജി ക്യാൻഡിലാണ്. അതായത് ഡോജി ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഓപ്പൺ ചെയ്തത് എവിടെയായിരുന്നു, അതായത് കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ എവിടെയാണോ ഓപ്പൺ ചെയ്തത് ആ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് തന്നെ ഏകദേശം വന്ന് അവിടെ ക്ലോസ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനാണ് നമുക്കൊരു ഡോജി ക്യാൻഡിൽ നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ, ഈ ഒരാഴ്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതായത് ഒരാഴ്ച കൊണ്ട് പോലും ബാങ്ക് നിഫ്റ്റിക്ക് തുടങ്ങിയിടത്ത് തന്നെ ബാങ്ക് നിഫ്റ്റി വന്ന് ക്ലോസ് നിൽക്കുകയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റി ഒരു ക്രിട്ടിക്കൽ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഡെയിലി വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഈ ഡോജി ക്യാൻഡലിന്റെ അപ്പർ ലെവലും ലോവർ ലെവലും ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരാഴ്ച മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെന്റ്, അതായത് ഒരാഴ്ച ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഭയങ്കര സ്ക്യൂസ്ഡ് ആയിരുന്നു. അതായത് ഒരു ചെറിയ നാരോ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി പൊക്കോണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരാഴ്ച നിഫ്റ്റിയെ ശരിക്കും പറഞ്ഞാൽ മുകളിലോട്ടോ താഴോട്ടോ ഒരു ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഇടയാക്കുന്ന ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഡെയിലി ടൈം ഫ്രെയിമിലും ഒരു വെള്ളിയാഴ്ച ഒരു ഡോജി ക്യാൻഡൽ ടൈപ്പ് ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ്, അതായത് തൊട്ട് മുന്നത്തെ, അതായത് വ്യാഴാഴ്ചത്തെ ക്യാൻഡലിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചെറിയൊരു വീക്ക്നെസ് കൊണ്ട് വെള്ളിയാഴ്ചത്തെ ക്യാൻഡലിന് ഒരു അപ്പർ വീക്ക് ഉണ്ട്, ഒരു ലോങ് അപ്പർ വീക്ക് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് നിഫ്റ്റിയുടെ ക്ലോസിങ് കുറച്ചും കൂടെ ബുള്ളിഷാണ്. അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ ലെവലും കൂടെ നോക്കാതെ ഒരിക്കലും നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എന്തൊക്കെയായിരിക്കാം ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡൽ. നിങ്ങൾ ഈ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡൽ നോക്കുന്നതിന് മുന്നേ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് മാർച്ച് 6 വ്യാഴാഴ്ചത്തെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലാണ് ഈ കാണുന്നത്. അപ്പം ഈ ഒരു ലെവൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. കാരണം ഈ ഒരു ലെവൽ ഇന്നത്തെ ദിവസത്തേക്ക് ഭയങ്കര ക്രിട്ടിക്കലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണപ്പെടുന്ന ഒരു കാര്യം, ഞാനൊരു കാര്യം കാണിച്ചത്, അതായത് ഇത് മാർച്ച് 6 വ്യാഴാഴ്ച ബാങ്ക് നിഫ്റ്റി ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു മാർച്ച് 6 വ്യാഴാഴ്ചത്തെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് നിഫ്റ്റി വ്യാഴാഴ്ച ബ്രേക്ക്ഔട്ട് ചെയ്തു. അതുകൂടാതെ വെള്ളിയാഴ്ച ആ ലെവലിന് മുകളിൽ തന്നെ ഓപ്പൺ ചെയ്ത് ആ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും എടുത്തു. അതിനുശേഷം ഈ ഒരു മാർച്ച് 6 വ്യാഴാഴ്ചത്തെ ഹൈയുടെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതല്ല ബാങ്ക് നിഫ്റ്റിയിലെ അവസ്ഥ. ഇതാണ് എപ്പോഴും നമുക്ക് ബാങ്ക് നിഫ്റ്റി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു ഗുണം അതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ചത്തെ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നിൽക്കുവാണ്. അതുകൂടാതെ ഈ ഒരു ലെവലിൽ നിന്നും ബാങ്ക് നിഫ്റ്റിയിൽ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻ വന്നു. ഞാൻ ഈ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഈ ലെവലുകൾ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട്, അതായത് വ്യാഴം വെള്ളി, ഒരു പക്ക സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു സൈഡ് വേസ് ആണ് ബാങ്ക് നിഫ്റ്റി. ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നിപ്പം ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ, അതായത് നമുക്കൊരു ബുള്ളിഷ് എന്ന് പറയാനോ അല്ലെങ്കിൽ ബീറിഷ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ലോസിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു നല്ലൊരു നമ്മൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും ട്രാപ്പിലാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിഫ്റ്റി അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിനകത്താണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഈ ലെവലിൽ നിന്ന് റിജക്ഷനും ഈ ലെവലിൽ നിന്ന് സപ്പോർട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു ട്രേഡ് എടുക്കരുത്. അതായത് ബാങ്ക് നിഫ്റ്റി ഇൻ ബിറ്റ്വീൻ ഈ ലെവലുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു ട്രേഡ് എടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും ട്രാപ്പിലാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിങ് ഈ ലെവലിനകത്താണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാതിരിക്കാൻ നല്ലത്. കാരണം വെച്ചാൽ നിഫ്റ്റിയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. ഇപ്പം ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ദിവസങ്ങളിലും അല്ലെങ്കിൽ വ്യാഴാഴ്ചയും ഈ ഒരു ലെവലിനകത്ത് കിടന്ന് സൈഡ് വേസ് ആയി പോയത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് വെള്ളിയാഴ്ച സംഭവിക്കാഞ്ഞത്. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് ഈ ഒരു ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ആ ലെവലിന് മുകളിൽ സപ്പോർട്ട് എടുത്തിട്ട് പോലും ബാങ്ക് നിഫ്റ്റിയും ഒരു സൈഡ് വേസ് ആയിട്ട് പോയതിന്റെ കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇന്നബിലിറ്റി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് നിഫ്റ്റി കുറച്ച് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഈ സൈഡ് വേസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി കാരണം നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റി എന്നിപ്പോൾ ബുള്ളിഷായിട്ട് ഓപ്പൺ ചെയ്താലും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവൽ ചിലപ്പോൾ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു ലെവൽ നിങ്ങളുടെ മാർക്ക് ചെയ്തിരിക്കണം. ഇൻ കേസ് ഇന്നിപ്പം നിഫ്റ്റി നമുക്കൊന്ന് നോക്കാം, ഇന്നത്തെ ഓപ്പണിംഗ് സിനാരിയോസ് നമ്മൾ നോക്കാം. അതായത് നിഫ്റ്റി ഇന്നിപ്പം സപ്പോസ് ഇന്നലത്തെ ലോ ഇവിടെ, അതായത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ഒരു ലോങ് ലോവർ വീക്കിംഗ് ക്യാൻഡിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് നിഫ്റ്റിയെ സംബന്ധിച്ചെന്ന്. അപ്പം ഈ ഒരു ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു വീക്ക്നെസ് കാണുന്നുണ്ട്. പിന്നെ നിഫ്റ്റിയിൽ അടുത്ത സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇന്ന് നിഫ്റ്റി നിങ്ങൾ നോക്കണം. അതായത് നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു വെള്ളിയാഴ്ചത്തെ ഓപ്പൺ 5 മിനിറ്റ് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിന്റെ താഴെയായിട്ടാണ് ഈ ലെവൽ 22,467 താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും ഈ ഒരു ലെവലിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഇന്നലത്തെ ലോ, അതായത് വെള്ളിയാഴ്ചത്തെ ലോയ്ക്ക് താഴെയാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ വരെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചാടിക്കറി രാവിലെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ചാടിക്കറി രാവിലെ എൻട്രി എടുക്കരുത്. പക്ഷെ പുട്ട് സൈഡിലോട്ടും അപ്പം ഒരു ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഒരു ലോങ് റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പം ഇവിടെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട്
കുറെ നേരം ഒരു റേഞ്ച് ഫോം ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ഈ ലെവൽ വരെ നമുക്ക് ഒരു ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം. ഒരു പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ ഒരു വലിയൊരു ഒരു റെഡ് ക്യാൻഡിലാണ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ലെവലിലേക്ക് പിന്നെ നമുക്ക് എത്താനായിട്ട് നമുക്ക് ടാർഗറ്റ് നമുക്ക് ഒരു റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ലെവലിന് താഴെ, അതായത് വെള്ളിയാഴ്ചത്തെ ലോയ്ക്ക് താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡലോ ഗ്രീൻ ക്യാൻഡലോ ഫോം ചെയ്ത് ഒരു റേഞ്ച് ബിൽഡ് ചെയ്തിട്ട് താഴോട്ട് പോരുവാണെങ്കിൽ മാത്രം നമുക്ക് ഒരു പുട്ട് സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഇനി അതല്ല, ഇതിനകത്താണ്, ഈ റേഞ്ചിനകത്താണ്, അതായത് ഈ ലോയ്ക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഈ ലോയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു കോൾ സൈഡിലോട്ട്, അതായത് ഈ ലോ ആയിരിക്കണം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്. ഈ ലോയ്ക്ക് താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സിറ്റ് ചെയ്യണം നിങ്ങളുടെ കോൾ സൈഡിലെ പൊസിഷൻസ്. ഇൻ കേസ് നിഫ്റ്റി ഈ ഒരു ഇന്നലത്തെ ഹൈക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതാണ് ഹൈ, അപ്പം ഈ ഒരു ഹൈക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ, ഈ ഒരു ബോർഡർ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇൻ കേസ് ഹൈക്ക് മുകളിൽ, അതായത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഗ്യാപ്പിന്റെ കൃത്യം ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഈ ഒരു ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് മിക്കവാറും അത് താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി കൂടുതൽ കാണുന്നുണ്ട്. അപ്പം അതായത് ഈ ഒരു ഗ്യാപ്പ് ബോർഡറിന്റെ കൃത്യം ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഈ ഒരു PDH-നും, അതായത് ഈ ഒരു ഗ്യാപ്പ് ബോർഡറിനും PDH-നും ഇടയ്ക്കുള്ള ഗ്യാപ്പ് നാരോ ഗ്യാപ്പാണ്. അപ്പം ഇൻ കേസ് ഈ നാരോ ഗ്യാപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു താഴോട്ടുള്ള ഒരു മൂവ്മെന്റ്, അതായത് ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിഫ്റ്റിയിലെ ഗ്യാപ്പ് ഡൗൺ, അതായത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ലെവലിന്റെ ഹൈയുടെ മുകളിൽ ഗ്യാപ്പ് അപ്പ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ലോയുടെ ലെവലിന്റെ താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ മിക്കവാറും ഇത് സൈഡ് വേസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിനകത്താണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും നമുക്ക് എൻട്രി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ട്രാപ്പിലായി പോകും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഇന്നത്തെ ദിവസം ഈ പറയുന്ന വെള്ളിയാഴ്ചത്തെ ലോയ്ക്ക് താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ചത്തെ ഹൈയുടെ മുകളിലായിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് കൂടുതൽ നല്ലൊരു എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇൻ കേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു വെള്ളിയാഴ്ചത്തെ ഹൈയുടെ മുകളിൽ സപ്പോർട്ട് എടുത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ സംഭവിക്കുന്നത് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മാർക്ക് ചെയ്തോണം. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റി സപ്പോസ് അതായത് ഇതാണ് ഗ്യാപ്പ്. അപ്പം നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു PDC ഈ ഒരു ഗ്യാപ്പ് ബോർഡറിന് മുകളിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ, ഈ ഒരു ഇന്നലത്തെ ഈ ഹൈ, അതായത് വെള്ളിയാഴ്ചത്തെ ഹൈയുടെ മുകളിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ഒരു ഇപ്പം ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് ഈ PDH-ന് മുകളിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിലത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇൻ കേസ് ഈ ഒരു ഗ്യാപ്പിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടിയത്, ഈ ഗ്യാപ്പിന് മുകളിൽ ഓപ്പൺ ചെയ്താലും ഈ PDH-ൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഓപ്പണിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ആണ്, അതായത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ആക്ഷൻ എൻട്രീസ് കിട്ടാതെ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ മോർണിംഗിൽ നിങ്ങൾ ട്രേഡിലേക്ക് ജമ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഏറ്റവും കൂടുതൽ നല്ല ചാൻസ്, ഇൻ കേസ് അപ്പം ഈ ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഈ ഒരു വ്യാഴാഴ്ചത്തെ ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് സെൽ ക്യാൻഡലിന്റെ കൃത്യം ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സെല്ലിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട്
ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു ഹൈ കംഫർട്ടബിൾ ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിലും നല്ലൊരു ട്രേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുമ്പോഴത്തേന് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു ലെവല് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു 48,837 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലുകൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ 1, 2, 3, 4, 5 തവണ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവല് ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ലെവലുകൾക്ക് താഴെയോ ഈ ലെവലുകൾക്ക് മുകളിലോ ആണെങ്കിൽ മാത്രം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ലെവലുകൾക്ക് അതായത് 1, 2, 3, 4 ഈ 4 തവണ റിജക്ഷൻ വന്ന ഈ ലെവലുകൾക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു ലെവലിനും ഈ ലെവലിന് ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ട്രാപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലെവലിന് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സ്റ്റാൻഡ് സപ്പോർട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് ആവട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എൻട്രികളുടെ പോസിബിലിറ്റി ഉള്ളൂ ഒരു സൈഡിലോട്ട്. ഇൻ കേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയാണെങ്കിൽ നിങ്ങൾ ചാടിക്കറി ഒരിക്കലും ഇവിടെ എൻട്രി എടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഇവിടെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവലുകൾക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യുക. ഈ ലെവലിന് താഴെയാണെങ്കിൽ മാത്രം ഒരു എൻട്രി പ്ലാൻ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ചിലപ്പം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ട്രേഡർക്ക് ചിലപ്പം ഓപ്പണിങ്ങിൽ എൻട്രി എടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇന്നത്തെ ദിവസം എൻട്രികൾ പ്ലാൻ ചെയ്യുക. താങ്ക് യു.